ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്ജ് വാലറ്റ് 2.0. അപ്പോൾ നമ്മുടെ എഡ്ജ് വാലറ്റ് 2.0 വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഓണപരീക്ഷയാണ് അല്ലേ, നാളെ നമ്മുടെ അക്കൗണ്ടൻസി എക്സാം ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നിങ്ങളുടെ +1 റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. കുറേ കുട്ടികളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്, +2 പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം നിങ്ങളുടെ പകുതിയോളം മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓണപരീക്ഷ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഓണപരീക്ഷയ്ക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റും പാസ്സാവുമെങ്കിലും ചെയ്യണം. അറ്റ്ലീസ്റ്റ് മിനിമം ആണ് പറയുന്നത്, മിനിമം പാസ്സാവുമെങ്കിലും വേണം. കാരണം നമുക്ക് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ചിലപ്പോൾ ഒക്ടോബറിലോ മാർച്ചിലോ എപ്പോഴാണെന്നുള്ള കൺഫർമേഷൻ വന്നിട്ടില്ല. ഒരു 3/4 ഭാഗവും പറയുന്നത് ഒക്ടോബറിലാണെന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാം അക്കൗണ്ടൻസിയിലെ ഫസ്റ്റത്തെ വീഡിയോ ഈ ഓണപരീക്ഷയുടെ സീരീസ് ആണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി 3 വീഡിയോ ആണ് മിസ് നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഈ 3 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അക്കൗണ്ടൻസിയിൽ തന്നെ നിങ്ങൾക്ക് ഡബിൾ പാസ് 40-ലാണെങ്കിൽ, ഇപ്പോൾ പ്രോബ്ലം ആണെങ്കിൽ 40 ആണല്ലോ വരിക. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്കാണെങ്കിൽ ഡബിൾ പാസിൽ 36 മാർക്ക് ഷുവറാണ്. 100% മിസ്സിന് ഷുവറാണ്. അതിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഫസ്റ്റത്തെ വീഡിയോ 30+ മാർക്കിൻ്റെ വീഡിയോ ആണ്. ഇവിടെ പ്രോബ്ലംസ് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും ആണ് മിസ് പറയുന്നത്. ഈ തിയറി ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് 30+ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കിൻ്റെ ആണെന്നൊക്കെ നമ്മളിൽ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഈ സമയമൊന്നും കളയുന്നില്ല, ഡയറക്റ്റ് നമ്മൾ എങ്ങോട്ട് പോവാണ്, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണ് പറഞ്ഞു പോകുന്നത്. ചാപ്റ്റർ വൈസ് ആയിട്ടല്ല പറയുന്നത്, വേറെ ഒന്നുമല്ല. നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് പറയാനുള്ള ടൈമില്ല. നമുക്ക് എത്രയും വേഗം നിങ്ങൾക്ക് നാളത്തെ എക്സാം ഒന്ന് പാസ്സാക്കി തരാം, നാളത്തെ എക്സാം ഒന്ന് ഡബിൾ പാസ്സാക്കി തരാം. അതുപോലെ തന്നെ A+ വേണ്ട കുട്ടികൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെയാണ് നമ്മൾ ഈ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കടന്നാലോ. ഒന്നാമത്തെ ചോദ്യം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ചോദ്യവും നമുക്ക് എക്സാമിന് ഉണ്ടാവും, 3 മാർക്കിന്റെ ചോദ്യവും നമുക്ക് ഉണ്ടാവും. അതായത് 2 മാർക്കിന്റെ ഒരു 4 ക്വസ്റ്റ്യൻസും 3 മാർക്കിന്റെ ഇതുപോലെ ഒരു 4 ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് എഴുതാനായിട്ടുണ്ടാവും. 6 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണം മറ്റേ ചെയ്താൽ മതിയോ. അങ്ങനെയൊക്കെയാണ് നമുക്ക് തിയറി മാർക്ക് ഉണ്ടാവാം, ഇതിൽ തന്നെ തിയറി ഉണ്ടാവാം. അതുപോലെ ഫസ്റ്റത്തെ ഒരു 8 ചോദ്യങ്ങൾ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരാം. അപ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് മിസ് ഇത് എടുത്തിട്ടുള്ളത്. PQR പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ 3:2. 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, അവർ 3:2 ഷെയർ ചെയ്യുന്നത്. ദേ അഡ്മിറ്റ് R, അവരെന്ത് ചെയ്തു, അവർ R എന്ന് പറഞ്ഞ പാർട്ട്ണറെ അഡ്മിറ്റ് ആക്കി 1/5 ഷെയർ. എത്ര ഷെയറിനാണ്? 1/5 ഷെയറിനാണ് അവർ അഡ്മിറ്റ് ആക്കിയത്. വിച്ച് ഹി അക്വയർ 320 ഫ്രം P, 120 ഫ്രം Q. ഈ ഷെയർ അവർക്ക് എങ്ങനെ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 320 കിട്ടുന്നത് പിയുടെ കയ്യിൽ നിന്നും 120 കിട്ടുന്നത് ക്യൂയുടെ കയ്യിൽ നിന്നാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കൺസെപ്റ്റ്, അതായത് ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്ന് അക്വയർ ചെയ്യുന്നതാണ് എങ്കിൽ, നമ്മളിവിടെ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്താണെന്നറിയോ, അവരുടെ ഷെയർ ഉണ്ടാവുമല്ലോ, അവരുടെ ഷെയറിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതായത് ഇപ്പോൾ പുതിയ പാർട്ട്ണർക്ക്, ന്യൂ പാർട്ട്ണർക്ക് കൊടുത്ത ഷെയർ മൈനസ് ചെയ്യാണ് വേണ്ടത്. ഇതല്ലേ ന്യൂ പാർട്ട്ണർക്ക് കൊടുത്തത്. അപ്പോൾ പിയുടെ ഷെയർ ഉണ്ടാവുമല്ലോ, പിയുടെ ഷെയറിൽ നിന്ന് ആറിന് കൊടുത്ത ഷെയർ മൈനസ് ചെയ്യുക. അതുപോലെ ക്യൂയുടെ ഷെയറിൽ നിന്ന് ആറിന് കൊടുത്ത ഷെയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, ഇവരുടെ നമുക്ക് ഷെയർ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾ എക്വയർ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇങ്ങനെ തന്നെ ചെയ്യണം. എക്വയർ ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ മിസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാണ്. ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാണ് കേട്ടോ. ആദ്യം നമുക്ക് ഇവരുടെ ഷെയർ എഴുതി വെച്ചു. ഇവരുടെ PQ, ഇവരുടെ ഷെയർ 3:2 ആണ്. ഇതിൽ പിയുടെ ഷെയർ എത്രയാണ്? 3/5 ആണ്. ക്യൂയുടെ ഷെയർ എത്രയാണ്? 2/5 ആണ്. ഇനി ഇവർ ആറിന് കൊടുത്ത ഷെയർ, ആറിന് പി കൊടുത്ത ഷെയർ എത്രയാണ്? 320 ആൻഡ് 120. 6 കൊടുത്തത് 320യും, 6ന് 320 പിയും കൊടുത്തു, 120 ക്യൂവും കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പീസ് ന്യൂ ഷെയർ. പിയുടെ ന്യൂ ഷെയർ എങ്ങനെ കിട്ടുക? പിയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/5. അതിൽ നിന്ന് എത്ര കൊടുത്തു? 3/20 കൊടുത്തു. മനസ്സിലായോ? 3/5 നിന്ന് 3/20 കൊടുത്തു. ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഇവിടെ 20 ആണ്, അതേപോലെ ഇവിടെ നമ്മൾ 20 ആക്കണമെങ്കിൽ ഇവിടെ 4 ചെയ്തു, അതേപോലെ മേലെയും 4 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12/20 മൈനസ് 3/20 കംസ് ടു 9/20 കിട്ടി. ഇതാണ് പിയുടെ എന്ത്, ന്യൂ ഷെയർ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? ക്യൂയുടെ ന്യൂ ഷെയർ കാണാം. ക്യൂയുടെ ന്യൂ ഷെയർ നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ ക്യൂയുടെ ഓൾഡ് ഷെയർ ചെയ്താൽ 2/5 മൈനസ് 1/20 കൊടുത്തു, ഡിനോമിനേറ്റർ സെയിം ആക്കി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8/20 മൈനസ് 1/20 കിട്ടി,
7/20 നമുക്ക് എന്ത് കിട്ടും? ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇവരുടെ റേഷ്യോ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇവരുടെ റേഷ്യോ എന്താ? പിയുടെ റേഷ്യോ ഇനി 9/20 ആണ്, ക്യൂയുടെ റേഷ്യോ 7/20 ആണ്. ഇനി പുതിയ പാർട്ട്ണർക്ക് നമുക്ക് എത്ര കൊടുക്കേണ്ടത്? 1/5 ആണ്. ഇതാണ് പുതിയ പാർട്ട്ണർക്ക് നമ്മൾ കൊടുക്കുന്ന റേഷ്യോ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് നമുക്ക് ചോദ്യം. ന്യൂ റേഷ്യോയിൽ ഇവിടെയും 20 ഇവിടെയും 20. ഇപ്പോൾ ഇവിടെ 20 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ നമുക്ക് 4/20 കിട്ടി. ഇതിന് നമുക്ക് 4/20 കിട്ടി. 20കളെല്ലാം കട്ട് ചെയ്ത് പോയി. 9:7:4 ഇതാണ് ആൻസർ വരിക. മനസ്സിലായോ? 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് മൈനസ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ വേണ്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, എൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഒരു 10 ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അതിൽ 4 ഞാൻ ഒരാൾക്ക് കൊടുത്ത, ബാക്കി എനിക്ക് എത്ര ഉണ്ട്? 6. ഈ കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിയുടെ ഓൾഡ് ഷെയർ 3/5 ആയിരുന്നു. അതിന് ഞാൻ വരാൻ പോകുന്ന ആൾക്ക് 3/20 കൊടുത്തു. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ് കേട്ടോ. എക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യമാണ്, ബാബു എ പാർട്ട്ണർ in a firm has a capital balance of 60,000 on April 1st. ഏപ്രിൽ 1 ബാബുവിന് എത്ര രൂപ ഉണ്ടായിരുന്നു? 60,000 രൂപ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഹി ഇൻട്രൊഡ്യൂസ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് 20,000. 60,000 കൂടെ 20,000 അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 20,000 അഡീഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് January 1 ഈ ഡേറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. April 2021, January 1, 2022. Calculate interest on capital at 10% as on 31st March. 31st March 2022 എത്രയാണ് അയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഇത് 2 മാർക്കിൻ്റെ ഒരു ഷുവർ ചോദ്യമാണ്. എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും, എഫസും കമ്പ്യൂട്ടറൈസിനും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇത് 3 മാർക്കിലേക്ക് പോവാം, ഈ 3 മാർക്കിലേക്ക് പോവാം, അല്ലെങ്കിൽ 2 മാർക്കിലേക്ക് വരാം. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കി നോക്കാം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ആദ്യം നമ്മൾ എഴുതേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റൽ. April 1 60,000 രൂപയായിരുന്നു ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ 60,000 രൂപയിൽ പിന്നീട് January 1 ആയപ്പോൾ, ഇത് 2021 കാര്യമാണ്, 2022 ആയപ്പോൾ 20,000 രൂപ അഡീഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത് മാർച്ചിലാണ്, March 31. അപ്പോൾ April 1 മുതൽ March 31 വരെ 12 മന്ത് ഉണ്ട് അല്ലേ? ഈ 12 മാസത്തിലെ ഈ 60,000 രൂപ എത്ര മാസം ഉണ്ടായിരുന്നു? 60,000 രൂപ April 1 മുതൽ January 1 വരെ, January 1 ആകുമ്പോഴേക്കും നമ്മൾ 20,000 ഒന്നും കൂടി ആഡ് ചെയ്യും. അപ്പോൾ 60,000 രൂപ April മുതൽ December 31 വരെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ 20,000 ആഡ് ആയി. അപ്പോൾ 20,000 ആഡ് ആയപ്പോൾ പിന്നീട് നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും? ഈ 60,000 കൂടി പ്ലസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും? 80,000 രൂപ ഉണ്ടാവും അല്ലേ? 80,000 രൂപ ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള മാസങ്ങളിൽ ഉണ്ടാവും. January, February, March. January മുതൽ March വരെയുള്ള മാസങ്ങളിൽ 80,000 രൂപ ഉണ്ടാവുമല്ലോ. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് നോക്കി നോക്കിയേ. 60,000 രൂപയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ 60,000 രൂപയിൽ എന്ത് ചെയ്തു? ആദ്യം ഇത്ര 60,000 രൂപ നമ്മൾ എത്ര മാസം കയ്യിൽ വെച്ചു? April, May, June, July, August, September, October, November, December. 9 മാസം നമ്മുടെ കയ്യിൽ 60,000 ഉണ്ടായിരുന്നുള്ളൂ. January 1 ആയപ്പോൾ 20,000 രൂപ കൂടെ അയാൾ ക്യാപിറ്റൽ ഇട്ടു. അപ്പോൾ മൊത്തം ക്യാപിറ്റൽ എത്രയായി? 80,000. പിന്നീട് അവിടെ നിങ്ങളുടെ January, February, March 3 മാസം എത്ര രൂപ ഉണ്ടായി? 80,000 രൂപ ഉണ്ടായി. അങ്ങനെ 12 മാസത്തെ കണക്കൂട്ടിൽ കിട്ടിയല്ലോ. 9 + 3. അപ്പോൾ 9 മാസം നമ്മൾ എത്ര ക്യാപിറ്റൽ കൊടുക്കണം? 10% വെച്ച് 60,000 രൂപയ്ക്ക് 10% വെച്ചിട്ട് 9 മാസത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു. 9 മാസത്തെ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? പിന്നീട് നമ്മൾ 80,000 രൂപയാണ്, അത് 10% വെച്ചിട്ട് 3 മാസത്തിന് കണ്ടുപിടിക്കും. നമുക്ക് എങ്ങനെ ചെയ്താലും എത്ര കിട്ടാൻ പാടുള്ളൂ? ഇവിടെ മന്തുകൾ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 60,000 × 10% × 9/12 നമുക്ക് 4,500 കിട്ടി. പിന്നീട് 80,000 × 10% × 3/12 എത്ര? 2,000 കിട്ടി. അപ്പോൾ അയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 6,500 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഓരോ മാസം എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു. അഡീഷണൽ എന്ന് പറഞ്ഞാൽ കൂട്ടുക, കുറച്ചും കൂടി ക്യാപിറ്റൽ ഇട്ടു എന്നാണ് അർത്ഥം. പിന്നെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്യാപിറ്റൽ കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്ര മാസം മുതൽ ഇത്ര മാസം വരെ എൻ്റെ കയ്യിൽ എത്ര രൂപ, അത് കണക്കാക്കിയിട്ട് മാസത്തിൻ്റെ എണ്ണം കണക്കാക്കി അതാത് മാസങ്ങൾക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പെർസെൻറ്റേജ് വെച്ച് കണ്ടാലേ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാണ്. 2 മാർക്കിൻ്റെ നെക്സ്റ്റ് വൺ. രശ്മി രേഖ ഷെയറിംഗ് പ്രോഫിറ്റ് 2:1. They admit Raji into the firm. She brings 50,000 as capital, 12,000 as goodwill for sharing. പാസ് ജേണൽ എൻട്രി. ഇതൊരു ജേണൽ എൻട്രി ചോദ്യമാണ്. 2 ജേണൽ എൻട്രിയാണ് നമുക്ക് വരിക. പുതിയൊരു പാർട്ണർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അയാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു, അതിൻ്റെ ഒരു ജേണൽ എൻട്രിയും മാത്രമല്ല അയാൾ ഗുഡ്വില്ലിൻ്റെ ഷെയറും കൊണ്ടുവന്നു. ഈ ഗുഡ്വിൽ ആർക്ക് അവകാശപ്പെട്ടതാണ്?
ഈ ഗുഡ് വിൽ ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓൾഡ് പാർട്ട്നേഴ്സിനെ അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം. ഇനി എന്ത് ചെയ്യണം? നമ്മളിതിൻ്റെ ജേർണൽ എൻട്രി എഴുതണം. ഇവിടെ 3 ജേർണൽ എൻട്രി ആവശ്യമാണ്. 1 ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന ജേർണൽ എൻട്രി, 2 ഗുഡ് വിൽ കൊണ്ടുവന്നു എന്ന ജേർണൽ എൻട്രി, 3-മതായിട്ട് ഗുഡ് വിലെ ഓൾഡ് പാർട്ട്നേഴ്സ് വീതിച്ചെടുത്തു എന്ന ജേർണൽ എൻട്രി. ഇവിടെ ക്യാപിറ്റലും ഗുഡ് വില്ലും ഒരുമിച്ചാണല്ലോ കൊണ്ടുവന്നേ, അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ക്ലബ് ചെയ്തിട്ട് ഒറ്റ ജേർണൽ എൻട്രി ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് 2 ജേർണൽ എൻട്രി എഴുതിയ 2 മാർക്ക്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇത് 3 മാർക്ക് വരെ കാണുന്നുണ്ട്. 1.5 എന്ന് വെച്ചിട്ട് 3 മാർക്ക് വരെ കാണുന്നുണ്ട്. ഈ ജേർണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാതെ പഠിച്ചോളൂ. അഡ്മിഷൻ്റെ സമയത്തുള്ള ജേർണൽ എൻട്രി ഷുവറായിട്ട് വരും. ഷുവറാണ്, ഫൈനൽ എക്സാം വരെയുള്ളതാണ്. 1-മത്തെ ജേർണൽ എൻട്രി അയാൾ വരുമ്പോൾ ക്യാഷ് കൊണ്ടുവന്നു, ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. എന്തൊക്കെയാണ് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നത്? ക്യാപിറ്റൽ അല്ലേ, ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടാവുക? ആരാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്? പുതിയ പാർട്ട്ണർ. അപ്പോൾ രാജീസ് ക്യാപിറ്റൽ. എത്ര രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു? 50,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹം എന്താ കൊണ്ടുവന്നത്? പിന്നെ കൊണ്ടുവന്നത് ഗുഡ് വില്ലാണ്. ഗുഡ് വില്ല് നമ്മൾ ഒന്നുകിൽ പ്രീമിയെന്നോ അല്ലെങ്കിൽ ഗുഡ് വില്ലിന് എന്തെങ്കിലും വിളിക്കും, പ്രീമിയം ഓഫ് ഗുഡ് വിൽ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നമ്മൾ പ്രീമിയം എന്ന് എഴുതി 12,000 എഴുതാം. അപ്പോൾ 50,000 12,000 കൂടി എത്ര രൂപ കൊണ്ടുവന്നിട്ടുണ്ടാവാം? 62,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ടാവാം. ഇങ്ങനെയാണ് ജേർണൽ എൻട്രി മനസ്സിലാക്കി പഠിക്കേണ്ടത്. ക്യാഷ് പുതിയ പാർട്ട്ണർ ക്യാഷ് കൊണ്ടുവന്നു, ക്യാപിറ്റലായിട്ട് പ്രീമിയം ആയിട്ടും, അങ്ങനെ മൊത്തം 62,000 രൂപ കൊണ്ടുവന്നു. നരേഷൻ എഴുതണം. നരേഷൻ അറിയാത്ത കുട്ടികളെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ലൈൻ എഴുതാ, ന്യൂ പാർട്ട്ണർ ബോട്ട് ക്യാപിറ്റൽ ആൻഡ് ഗുഡ് വിൽ, അങ്ങനെ തന്നെ എഴുതാം. നരേഷൻ ഇല്ലാതെ നമുക്ക് ജേർണൽ എൻട്രി കംപ്ലീറ്റ് അല്ല കേട്ടോ. 1-ാമത്തെ ജേർണൽ എൻട്രി മനസ്സിലായല്ലോ. 2-ാമത്തെ ജേർണൽ എൻട്രി എന്താ പറഞ്ഞത്? ഗുഡ് വില്ലെ ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്ത്. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞത് ഈ സംഭവമല്ലേ, അത് നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? ഡെബിറ്റ് കൊടുക്കുകയാണ്. പ്രീമിയം ഓർ ഗുഡ് വിൽ അക്കൗണ്ട് എറ്റർ എത്ര രൂപ ഉണ്ടായിരുന്നു? 12,000 രൂപ. അത് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? രശ്മി. ടു രശ്മീസ് ക്യാപിറ്റൽ. ഓൾഡ് പാർട്ട്നേഴ്സ് രശ്മിയും പിന്നെ താളാരാണ്? രേഖ. 2 പാർട്ട്നേഴ്സും കൂടിയിട്ട് ഷെയർ ചെയ്തെടുത്തു. ഏത് റേഷ്യോയിലാണ് അവർ ഷെയർ ചെയ്യുക? ഗുഡ് വിൽ ഷെയർ ചെയ്യുന്ന റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഏത് റേഷ്യോ ആണ്? സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഇവിടെ ഓൾഡ് റേഷ്യോ 2:1 ആണ്. അപ്പോൾ നമ്മൾ അത് സാക്രിഫൈസിങ് ആണ് തരുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 2:1 12,000 × 2/3 എത്ര രൂപ വരും? ഒരാൾ 8,000 കൊടുക്കും, ഒരാൾ 4,000 കൊടുക്കും. ഇവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾ കാണിക്കണം 2:1 നമ്മളത് ഷെയർ ചെയ്തത് കാണിക്കണം. നരേഷൻ എഴുതണം. എന്താണ് നരേഷൻ എഴുതുന്നത്? ഗുഡ് വിൽ ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. ആരാണ് ഷെയർ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് അറ്റ് സാക്രിഫൈസിങ് ഷെയർ അല്ലെങ്കിൽ അറ്റ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് കൃത്യമായിട്ട് നരേഷൻ എഴുതിയിട്ടുണ്ടാവണം. ഇങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ 3 മാർക്കും 2 മാർക്കൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ജേർണൽ എൻട്രി കഴിഞ്ഞു, 2 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ചോദ്യത്തിലേക്കാണ്. ഇവിടെ നോക്കാം, നന്ദന ഗ്രീഷ്മ പാർട്ട്നേഴ്സ് ആണ്. ഇത് അവരുടെ റേഷ്യോ ആയിരുന്നു. They admit Google as new partner. പുതിയ പാർട്ട്ണർ വന്നു കഴിഞ്ഞു ഗൂഗിൾ. Their new ratio is 2:3:1. ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് സാക്രിഫൈസ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഇവിടെ സാക്രിഫൈസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ എന്തെന്ന് എഴുതി വെക്കണം ആൻസറിൽ. നമ്മൾ ആൻസറിൽ എന്ത് എഴുതി വെക്കുക? സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്രിഫൈസിങ് റേഷ്യോ എന്നാണ് അർത്ഥം. അപ്പം സാക്രിഫൈസിങ് റേഷ്യോയുടെ ഇക്വേഷൻ എഴുതി വെക്കുക. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇതാണ് സാക്രിഫൈസ് റേഷ്യോ. ഇത് ആർക്കേ ഉണ്ടാവുള്ളൂ? ഓൾഡ് പാർട്ട്നേഴ്സ് ഉണ്ടാവുള്ളൂ. ഇവിടെ ന്യൂ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്നറിയോ? 2:3:1. ഓൾഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 4:3. ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? നന്ദനയും അതുപോലെ തന്നെ ഗ്രീഷ്മയും. ഇവർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇവർക്ക് മാത്രമേ സാക്രിഫൈസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്ദനയുടെ സാക്രിഫൈസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നന്ദനയുടെ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. ഓൾഡ് ഷെയർ എത്രയാണ്? 4/7 മൈനസ് ന്യൂ ഷെയർ എത്രയാണ്? 2/6. 4/7 മൈനസ് 2/6. ഇതാണ് ഇവരുടെ ഓൾഡ് ഷെയറും ന്യൂ ഷെയറും. ഇവിടെ നമുക്ക് മൈനസ് ചെയ്യാനായിട്ട് പറ്റുമോ? മൈനസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 6 ആണ്, ഇവിടെ 7 ആണ്. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി മാത്രം ഈ 6നെ നമ്മൾ ഇവിടെ × 6 ഇട്ടു, ഇവിടെ × 6 ഇട്ടു. ഈ 7 നമ്മൾ ഇവിടെ × 7, ഇവിടെ × 7 ഇട്ടു. ഇത് എന്തിനാണ് നമ്മൾ ഇട്ടേ? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ. അപ്പോൾ 6×4 = 24/7. നമുക്ക് 6ഉം 7ഉം നമുക്ക് ഇത് എന്ത് ചെയ്യാം? സെയിം ഡിനോമിനേറ്റർ വരാണ് കേട്ടോ. 12 14 മൈനസ് 14/42. നമുക്ക് എത്ര കിട്ടും? 10/42 കിട്ടും.
നന്ദനയാണ്. ഇനി നമ്മൾ അടുത്ത ആളുടെ കാണണം. അടുത്ത ആൾ ആരാ? ഗ്രീഷ്മ. ഗ്രീഷ്മയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/7 മൈനസ് ന്യൂ ഷെയർ എത്രയാണ്? 3/6 മൈനസ് 3/7 മൈനസ് 3/6. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ×6 × 6 × 7 × 7. അപ്പോൾ നമുക്ക് 6 × 3 എത്രയാണ്? 18/42 മൈനസ് 21 അല്ലെ 21 അല്ലേ വരിക? 7 × 3 നമുക്ക് മിസ്റ്റേക്ക് ഇല്ലല്ലോ. 7 × 3 21 6 × 3 21. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് അല്ലേ? ഇവിടെ നമുക്ക് കുഴപ്പമുണ്ടായില്ല. ഇവിടെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് മൈനസ് 18ൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 21 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് -3/42 കിട്ടാം. ഓക്കെ, -3/42. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇവിടെ മൈനസും ഇവിടെ പ്ലസും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നന്ദനയ്ക്ക് എന്താണ്? നന്ദനയ്ക്ക് സാക്രിഫൈസ് ആണ്, നഷ്ടമാണുള്ളത്. നന്ദനയ്ക്ക് എത്ര? 10/42 നഷ്ടമാണ്. എന്നാൽ ഗ്രീഷ്മയ്ക്ക് എന്താ സംഭവിച്ചത്? ഗ്രീഷ്മയ്ക്ക് -3/42 എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മയ്ക്ക് ഗെയിൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് ഗെയിൻ ആണ്. ഇങ്ങനെ എഴുതണം. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പാർട്ട്ണർക്ക് എന്തില്ല? സാക്രിഫൈസ് ഇല്ല, ആ പാർട്ട്ണർക്ക് ഗെയിൻ ആണ്. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എത്തിയിട്ട് സ്റ്റെക്ക് ആവാനൊന്നും പാടില്ല. ചെറുതിൽ നിന്ന് വലുത് തന്നെ മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? മൈനസിന് ഇട്ടെടുക്കുക. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഗെയിൻ ആണ് സ്പെസിഫൈ ചെയ്ത് ക്ലിയർ കട്ടായിട്ട് ഇങ്ങനെ എഴുതിയെടുക്കുക. നന്ദനയ്ക്ക് ഗെയിനും നന്ദനയ്ക്ക് സാക്രിഫൈസും ഗ്രീഷ്മയ്ക്ക് ഗെയിൻ ആണെന്നത് എഴുതി വെക്കാം കേട്ടോ. ഷുവർ ചോദ്യമാണ്. നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാനും ഇതിങ്ങനെ എഴുതുന്നതിനാണ് ഈ 3 മാർക്ക് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യമാണ് 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പാർട്ട്ണറുടെ വിഡ്രോയിങ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. മെയ് 31 വരെയുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കണം 8%. മെയ് 31 5000 വിഡ്രോ ചെയ്തു. ജൂലൈ 1 4000, സെപ്റ്റംബർ 30 5000, ജനുവരിയിൽ 3000. ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡിൻ്റെ പേരാണ് പ്രോഡക്റ്റ് മെത്തേഡ്. ഇപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ചോദ്യം വന്നാൽ ഇങ്ങനെ ഉത്തരം ചെയ്യാം. അങ്ങനെ തന്നെ കാണാപ്പാഠം പഠിക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചോദ്യത്തിലെ ഈ ഡേറ്റും എമൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ അതേപോലെ എടുത്ത് എഴുതാം. മിസ് ഇവിടെ ചെയ്യുന്ന അതേ ഓർഡറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിവിടെ എന്ത് ഓർഡറിലാണോ ചെയ്തത് അതേപോലെ ഓർഡറിൽ തന്നെ ചെയ്യാം. ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ആദ്യം ആ ഡേറ്റും ആ എമൗണ്ടും എഴുതി വയ്ക്കാം. എന്നിട്ട് ഇപ്പുറത്ത് നമ്മൾ പീരീഡ് എന്ന് പറഞ്ഞൊരു കോളം കൊടുക്കണം. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു കോളം കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ആ ഡേറ്റ് ഉണ്ടല്ലോ മെയ് 31 എത്ര രൂപ വിഡ്രോ ചെയ്തു? 5000 രൂപ. ജൂലൈ 1 4000 രൂപ. സെപ്റ്റംബർ 30 5000 രൂപ. സെപ്റ്റംബർ 30 5000 രൂപ. ജനുവരി 1 3000 രൂപ. നമ്മൾ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത് മാർച്ചിലാണ്. ചോദ്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാർച്ച് വരെ എത്ര മാസം ഉണ്ടോ നോക്കാം. മെയ് 31 മുതൽ അടുത്ത മാർച്ച് വരെ മെയ് 31 മുതൽ മാർച്ച് വരെ. മെയ് 31 ആണ് മെയിന് കൂട്ടണ്ട. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര മാസം ഉണ്ട്? 10 മാസം. അതായത് മെയ് മുതൽ മാർച്ച് വരെ. ഇവിടെ ജൂലൈ മുതൽ മാർച്ച് വരെ. ജൂലൈ 1 കൂട്ടണം, ജൂലൈ ഇൻക്ലൂഡ് ചെയ്യണം. 1 ആണ്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര മാസം ഉണ്ട്? 9 മാസം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. കണ്ടോ? ഇനി സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ എന്നാ? സെപ്റ്റംബർ കൂട്ടണോ? വേണ്ട, 30 ആണ്, കൂട്ടരുത്. സെപ്റ്റംബർ കൂട്ടണ്ട. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര മാസം? 6 മാസം. ജനുവരി 1 മുതൽ, ജനുവരി ഇൻക്ലൂഡ് ചെയ്യുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 3 മാസം. ഇതാണ്. ഇത് തെറ്റിക്കഴിഞ്ഞാൽ മക്കളെ കംപ്ലീറ്റ് തെറ്റും. ഈ ഒരു മാസമാണ് നിങ്ങൾക്കിവിടെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തെറ്റാതെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ 5000 × 10 4 ഇതൊക്കെ തമ്മിൽ ഇങ്ങനെ ഇൻറ്റു ചെയ്യുക. ഹൊറിസോണ്ടലി ഇൻറ്റു ചെയ്യുക. 5000 × 10 50000, 4000 × 9 36000, 5000 × 6 30000, 3 × 3 9000. എന്നിട്ട് ഇതൊക്കെ കൂട്ടി വയ്ക്കുക. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,25,000 നമുക്ക് കിട്ടാം. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് ടോട്ടൽ പ്രോഡക്റ്റ് എന്നാണ്. ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളെ തല കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കൂളായിരുന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ ചോദ്യം ഉത്തരം അപ്പം തന്നെ കിട്ടും. ഒറ്റ വീഡിയോ ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. ഇനി മിസ്സൊരു സ്പീഡിൽ പോകുന്നത് നിങ്ങൾക്ക് ഒറ്റ വീഡിയോയിൽ 30 മാർക്ക് വേഗം കയ്യിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ എത്രയാണ്? ടോട്ടൽ പ്രോഡക്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും, ഇൻറ്റു 1/12. ഈ 1/12 തെറ്റിക്കരുത്. ടോട്ടൽ പ്രോഡക്റ്റ് എത്രയാണ്? 1,25,000 ആണ്. ഇൻറ്റു പെർസെൻറ്റേജ് 8% ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു 1/12 ചെയ്ത് വരുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ ഇൻറ്റു 1/12 833.3. ഇതാണ് ആൻസർ. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഡിഫറെൻ്റ് എമൗണ്ട് ഡിഫറെൻറ്റ് ഡേറ്റിൽ തന്നു കഴിഞ്ഞാൽ ഇതേപോലെ 4 കോളം വരച്ച് അതിലേക്ക് എഴുതി ടോട്ടൽ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, ഷുവർ ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കാം. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനാണ്. ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ നമുക്കൊരു 4 മെത്തേഡ് പഠിക്കാനുണ്ട്. ഈ 4 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡേ നമുക്ക് എക്സാമിന് ചോദിക്കൂ എന്ന് ഉറപ്പിച്ച് ഞാൻ പറയില്ല. കാരണം ഒരു മെത്തേഡ് 3 മാർക്കിനായി വരിക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഗുഡ് വില്ല് 3 മെത്തേഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് essay ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഗുഡ് വില്ല് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് 4 മെത്തേഡും നിങ്ങൾ ഷുവറായിട്ട് പഠിക്കുക. ഏതൊക്കെയാണ് 4 മെത്തേഡ് എന്നറിയോ? ഏവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ഏവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഇത് 3ഉം ഷുവറായിട്ടും പഠിക്കാം. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. അപ്പോൾ ഒരു മെത്തേഡ് നിങ്ങൾ ഓൾറെഡി ഇവിടുന്ന് പഠിക്കും, മെത്തേഡ് നിങ്ങൾ ഓൾറെഡി ഇവിടുന്ന് പഠിക്കും. ചെയ്ത് നോക്കാം. നമുക്കിവിടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവും, ഏവറേജ് പ്രോഫിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഏവറേജ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വരും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഇക്വേഷൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. നിങ്ങൾ പഠിക്കേണ്ടത് ഏവറേജ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ പഠിക്കുക. എങ്ങനെയാണ്? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അതിനുശേഷം നമ്മൾ നോർമൽ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു പെർസെൻറ്റേജ്. ഇതൊക്കെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നീട് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഏവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്, നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. ഇനി ഗുഡ് വിൽ കണ്ടുപിടിക്കണമെങ്കിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആയതുകൊണ്ട് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ബൈ 100. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർഡറിൽ പഠിച്ച് വെക്കുക, ഓർഡറിൽ തന്നെ ചെയ്യാം. ഇവിടെ ഏവറേജ് പ്രോഫിറ്റ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 45,000 എന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നോർമൽ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടില്ല, പക്ഷെ ഇക്വേഷനിൽ 3 ലക്ഷം തന്നിട്ടുണ്ട്. 3 ലക്ഷം പെർസെൻറ്റേജ് 10% തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ 30,000 കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഏവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 15,000 കിട്ടി. ഇനി ഗുഡ് വിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 15,000 ഇൻറ്റു പെർസെൻറ്റേജ് എത്രയാണ്? 10. 100 താഴെ ഇടാം, 100 താഴെ ഇട്ടു. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 1,50,000 ഗുഡ് വിൽ കിട്ടി. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ആൻസർ. ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. ആദ്യം ഏവറേജ് പ്രോഫിറ്റ്, നോർമൽ പ്രോഫിറ്റ്, പിന്നെ സൂപ്പർ പ്രോഫിറ്റ്, പിന്നെ ഗുഡ് വിൽ. ഇത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആയതുകൊണ്ട് മാത്രമാണ്, ശ്രദ്ധിക്കണം, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആയതുകൊണ്ടാണ് പ്രോഫിറ്റിനെ ഇൻറ്റു 10/100 നമ്മൾ ചെയ്തത്. ഇൻറ്റു 10/100 നമ്മൾ ചെയ്തത് പ്രോഫിറ്റലൈസേഷൻ മെത്തേഡ് ആയതുകൊണ്ടാണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് അല്ല എങ്കിൽ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണ് എങ്കിൽ നമുക്ക് എന്തെന്നുണ്ടാവും? അതിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് തന്നിട്ടുണ്ടാവും, 2 or 3 എന്തെങ്കിലും. അപ്പോൾ അതേ ഇൻറ്റു ആ ഒരു 2 or 3 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഷുവറായിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്തത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് നല്ല സിമ്പിളായ ഒന്നാണ് 3 മാർക്കിൻ്റെ ചോദ്യം. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു 10-20 മാർക്കിൻ്റെ മുകളിലുള്ള തിയറി ക്വസ്റ്റ്യനായി. 10-20 മാർക്കിന് മുകളിലുള്ള തിയറി ക്വസ്റ്റ്യൻ. ഇനി ഇതിലെ essay ക്വസ്റ്റ്യൻ നമ്മൾ ഇടുന്നുണ്ട്. ഇനി ഇതിന് തൊട്ട് പിന്നാലെ വരുന്ന വീഡിയോ നിങ്ങൾ 6 മാർക്കിന് പഠിക്കേണ്ട 2 essay ക്വസ്റ്റ്യനാണ്. അതിൻ്റെ കൂടെ ഒരു A+ ചോദ്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. വിഡ്രോ 1,500 ഈച്ച് മന്ത് എവറി മന്ത്. ഇത് ഏവറേജ് പീരീഡ് പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. 10%. ഇത് സുഖമാണ്, ബിഗിനിങ് ആണെങ്കിൽ, മിഡിൽ ആണെങ്കിൽ, എൻഡ് ആണെങ്കിൽ. ഇതിൻ്റെ ഇക്വേഷൻ എത്രയേ ഉള്ളൂ വരാം? നമ്മൾ പറഞ്ഞ എമൗണ്ട് ഇൻറ്റു 12 എല്ലാ മാസവും വിഡ്രോ ചെയ്യും, ഇൻറ്റു പെർസെൻറ്റേജ് ഇൻറ്റു ആവറേജ് പീരീഡ് ബൈ 12. ഇതിൽ ആവറേജ് പീരീഡ് നിങ്ങൾ പഠിക്കണം. ബിഗിനിങ് ആണ് എങ്കിൽ 6.5, മിഡിലാണെങ്കിൽ 6, എൻഡിലാണെങ്കിൽ 5.5. ഇതാണ് നമ്മൾ ഈ ഒരു ആവറേജ് പീരീഡ്. ഇത് വെച്ചിട്ട് എന്താ ചെയ്യുക? എമൗണ്ട് 1,500 ഇൻറ്റു 12 ഇൻറ്റു 10% ഇൻറ്റു 6.5/12. ഇനി അടുത്തത് എങ്ങനെയാണ്?
1500 ഇൻറ്റു 12 ഇൻറ്റു 10% ഇൻറ്റു 6/12. അടുത്തതോ 1500 ഇൻറ്റു 12 ഇൻറ്റു 10% ഇൻറ്റു 5.5/12. ഇതെങ്ങനെ മിസ്സേ എങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ 1500 രൂപ എല്ലാ മാസവും തുടക്കത്തിൽ 10% ഇൻട്രസ്റ്റിൽ എമൗണ്ട് കിട്ടി. 1500 രൂപ എല്ലാ മാസവും മിഡിലിൽ 10% ഇൻട്രസ്റ്റ് കിട്ടി. 1500 രൂപ എല്ലാ മാസവും എൻഡിൽ 10% ഇൻട്രസ്റ്റ് വെച്ച് എനിക്ക് കിട്ടി. ഇതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എമൗണ്ട് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 1500 ഇൻറ്റു 12 ഇൻറ്റു 10% ഇൻറ്റു 6.5/12 975 വരും. 1500 ഇൻറ്റു 12 ഇൻറ്റു 6 ഇൻറ്റു 10% ഇൻറ്റു 6/12 980. 1500 ഇൻറ്റു 12 ഇൻറ്റു 5.5/12 ഇൻറ്റു 10% 825. എങ്ങനെ ചെയ്താലും ആൻസർ ഈസ് കറക്റ്റ്. ഇനി ഇപ്പം മിസ് 40 മാർക്കുള്ളതായോ 30 മാർക്കുള്ളോ എന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾ ഷുവറായിട്ട് പഠിക്കേണ്ട കുറച്ച് തിയറീസ് പകരം. ഷുവർ എന്ന് വെച്ചാൽ 100% ഷുവർ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് 4 പോയിന്റ് പഠിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് വിൽ 4 പോയിന്റ് വെച്ച് പഠിക്കുക 4 മാർക്കിന്. നെക്സ്റ്റ് റൂൾസ് ഓഫ് വിത്തൗട്ട് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം? ഈക്വലി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണ്ട, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണ്ട, അതുപോലെ തന്നെ റിമ്യൂണറേഷൻ ഒന്നും കൊടുക്കണ്ട. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം 6% കൊടുക്കുക. അത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞില്ലേ ഇപ്പോൾ? ഇനി സർക്കംസ്റ്റാൻസസ് ഓഫ് ഗുഡ് വിൽ വാല്യുവേഷൻ. ഗുഡ് വിൽ കണ്ടുപിടിക്കേണ്ട കുറച്ച് സിറ്റുവേഷൻ എന്തൊക്കെയാണ്? അതായത് അഡ്മിഷൻ, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് സമയത്ത്, ഡെത്തിൻ്റെ സമയത്ത് 3 മാർക്കിന് പഠിക്കാം. മോഡ്സ് ഓഫ് റീകൺസ്റ്റിറ്റ്യൂഷൻ. ഇത് രണ്ടും സെയിം ആൻസറാണ്. ഇത് പഠിക്കാം. ഇത് ഷുവർ തിയറി ചോദ്യമാണ്. ഈ തിയറി ചോദ്യം പഠിച്ചാൽ തന്നെ ഒരു 10 മാർക്കായി, 12 മാർക്കായി. പിന്നെ നിങ്ങൾ മിസ് പറഞ്ഞ പോലെ ഈ മാർക്കുകളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഈ 3 മാർക്ക്, അതുപോലെ തന്നെ ഈ 3 മാർക്ക്. അപ്പോൾ 6, 9, 12, 9, 11, 13, 15, 15, 10, 25. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഇതിൻ്റെ തൊട്ട് പിന്നാലെ 3 വീഡിയോ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. 6 മാർക്കിൻ്റെ എസ്സേ പ്രോബ്ലം ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് ഷുവർ. ഒറ്റ വീഡിയോ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട തിയറി ക്വസ്റ്റ്യൻസ് ഒരു 15 മാർക്ക് ഷുവർ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളത്തെ അക്കൗണ്ടൻസി എക്സാംസ് ഒക്കെയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സ്പീഡിലിട്ടാണെങ്കിൽ നിങ്ങൾ കാണുക എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് മിസ്സിൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി വരുന്ന എല്ലാ പരീക്ഷയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തൊട്ട് തല ദിവസമുള്ള ഒരു ക്വിക്ക് റിവിഷൻ പോലുള്ള ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഷുവറായിട്ട് കാണാം കേട്ടോ. ഓക്കെ എവ്രിവൺ, താങ്ക് യു.